ഹോം സ്വീറ്റ് ഹോം, നമ്മളിത് കൂടുതൽ എഴുതി കാണുക ടോം ആൻഡ് ജെറി കാർട്ടൂണുകളിലെ ടോമിൻ്റെയും ജെറിയുടെയൊക്കെ ചെറിയ വീടുകളിലാണ്. അതുപോലെയാണ് ഇപ്പോൾ ഭാരതം എല്ലാവർക്കും. സംഘികൾ ഇറാനെ ആക്രമിച്ചു, ഇറാനിൽ ബോംബിട്ടു, ആയത്തുള്ള അലി ഖൊമൈനിയെ ഇല്ലാതാക്കി, മറ്റ് കുറേയധികം ഖൊമൈനിമാരും ഇല്ലാതായി. അങ്ങനെ വലിയൊരു സാധ്യത അവിടെ ഉണ്ടായി. ഇറാനിലെ 80% ജനങ്ങളും അവിടുത്തെ ഏകപക്ഷീയ ഭരണത്തിനെതിരെ നിലകൊള്ളുന്നവരാണ്. അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, അവരുടെ അടിസ്ഥാന മതമായ സൗരാഷ്ട്രീയനിസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ്. അവിടെയാണ് അടിച്ചമർത്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഖമേനിമാരും എല്ലാം ഭരണം നടത്തിയിരുന്നത്. ഏതായാലും ആ വിഷങ്ങൾ തീർന്നുപോയി. അത് സംഘികൾ ചെയ്തതാണെന്നാണ് പലരും വിചാരിക്കുക. പിന്നെ സംഘികൾ ചെയ്തത് UAE-യിൽ, ബഹ്റിനിൽ, ഖത്തറിൽ, ഒമാനിൽ ഒക്കെ ബോംബിടുകയാണ്. എല്ലാം സംഘികളാണ്. റംസാൻ മാസത്തിൽ ഇവിടെയൊക്കെ പോയി ഇതൊക്കെ ചെയ്യാൻ ഈ സംഘികളോട് ആര് പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. പാകിസ്ഥാനിലെ സംഘികൾ എന്തു ചെയ്യുന്നു? അവർ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും കണ്ടഹാറിലും ഒക്കെ ബോംബിടുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സംഘികൾ എന്തു ചെയ്യുന്നു? അഫ്ഗാനിസ്ഥാനിലെ സംഘികൾ പാകിസ്ഥാൻ്റെ വിമാനം വെടിവെച്ച് വീഴ്ത്തി അതിലെ പൈലറ്റിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇത് ലാഹോറിലും കറാച്ചിയിലും സംഘികൾ പ്രക്ഷോഭകർക്ക് നേരെ വെടിവെച്ച് 10 പ്രക്ഷോഭകർ മരിക്കുവാനിടയായി. ഇങ്ങനെ സംഘികളുടെ ഒരു വിളയാട്ടം നടക്കുകയാണ് എല്ലായിടത്തും. ഈ സംഘികളെ കൊണ്ട് സഹിക്കാനാവുന്നില്ല. അതും ഈ മാസത്തിൽ. ഇന്നിപ്പോൾ സ്വാതന്ത്ര്യം പോരാ, അതുപോലെ ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങൾക്ക് വംശവർദ്ധനവിന് സമയം കിട്ടുന്നില്ല, വർധനവുണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർ എന്താണ് പറയുക? എല്ലാവർക്കും ഇപ്പോൾ ഹോം സ്വീറ്റ് ഹോമാണ്. അതാണ് ഭാരതം. ഹോം സ്വീറ്റ് ഹോം.